ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്കൻ മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ നമ്മുടെ മൊബൈൽ ഫോണിൽ വളരെ സ്പീഡായിട്ട് ചാർജ് ചെയ്യാമെന്നുള്ളതാണ്. ഇതിനായിട്ട് ഞാൻ ഒത്തിരി ടിപ്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മുടെ ഫോണിൽ ചാർജ് നിൽക്കുന്നില്ല എന്നുള്ള കാര്യം. അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞു തരുന്ന ഈ ടിപ്സ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ വളരെ ഈസി ആയിട്ട് ക്വിക്കായിട്ട് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഞാൻ എപ്പോഴും വീഡിയോ പറഞ്ഞതുപോലെ തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ആക്കി വെക്കുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ആദ്യമേ നിങ്ങൾ എത്തുകയുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ഇന്ന് ഞാൻ പറയുന്ന ട്രിക്സ് പലതും നിങ്ങൾക്ക് അറിയാമായിരിക്കാം. ഞാൻ ഇന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന ട്രിക്സ് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഒന്നാമത്തെ ട്രിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി മുതൽ ചാർജ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിന്റെ ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കി വെക്കുക. നിങ്ങൾ ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കിക്കൊണ്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലെ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്ന ആപ്ലിക്കേഷന്റെ പ്രോസസ് ഒക്കെ നിൽക്കുന്നതായിരിക്കും. അത് മാത്രമല്ല, നിങ്ങൾ ഇന്റർനെറ്റ് ഓൺ ആക്കിയാണ് നിങ്ങളുടെ ഫോൺ ചാർജിൽ വെക്കുന്നതെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ GPS കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോണിന്റെ ചാർജ് വളരെ സ്ലോ ആയിട്ടായിരിക്കും കയറുന്നത്. സോ ഇനി മുതൽ നിങ്ങൾ ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കിയിട്ട് നിങ്ങൾ ചാർജിൽ വെക്കുക. ഓക്കെ, രണ്ടാമത്തെ ട്രിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലെ ചാർജിംഗ് മോഡ് എനേബിൾ ചെയ്ത് വെക്കുക. എല്ലാവരുടെ ഫോണിലെ സെറ്റിംഗ്സിലും ഡെവലപ്പർ ഓപ്ഷൻ ഉണ്ടാവും. അതിനകത്ത് ഒരു സെറ്റിംഗ്സ് ഉണ്ട്, ഞാനത് കാണിച്ചു തരാം. ഡെവലപ്പർ ഓപ്ഷനിലോട്ട് കയറാനായിട്ട് നിങ്ങളുടെ ഫോണിലെ സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സിൽ ഏറ്റവും താഴത്ത് നിങ്ങൾക്ക് എബൌട്ട് ഫോൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സോഫ്റ്റ്വെയർ ഇൻഫോർമേഷൻസ് വരുന്നതായിരിക്കും. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ ബിൽഡ് നമ്പർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊരു 7 പ്രാവശ്യം ഇങ്ങനെ സ്പീഡിൽ അടിച്ചു കൊടുക്കുക. അപ്പോഴേക്കും നിങ്ങളൊരു ഡെവലപ്പർ ആവുന്നതായിരിക്കും. ഡെവലപ്പർ ആയതിനു ശേഷം നിങ്ങൾക്ക് ബാക്ക് വരാവുന്നതാണ്. ബാക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ USB കൺഫിഗറേഷൻ എന്ന് പറയുന്ന ഒരു സെറ്റിംഗ്സ് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ചാർജ് ദിസ് ഫോൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അത് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ സ്പീഡിൽ ചാർജ് കയറുന്നതായിരിക്കും. മൂന്നാമത്തെ ട്രിക്ക് വളരെ സിമ്പിൾ ആണ്, അതുപോലെ തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ട്രിക്കാണ്. കാരണം എല്ലാവർക്കും അറിയാം, നമ്മുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ക്വിക്കായിട്ട് ചാർജ് കയറുന്നതായിരിക്കും. നമുക്ക് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിലെ എല്ലാ പ്രവർത്തനങ്ങളും ഡെഡ് ആവുന്നതായിരിക്കും. നമ്മുടെ ഫോൺ തന്നെ ഡെഡ് ആവുന്നതായിരിക്കും. ഇങ്ങനെ ഡെഡ് ആവുന്ന ഫോണിൽ നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ക്വിക്കായിട്ട് ചാർജ് കയറ്റാനായിട്ട് സാധിക്കുന്നതാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഫോൺ ചാർജ് ചെയ്യാനായിട്ട് ലാപ്ടോപ്പും അതുപോലെ തന്നെ കാറിലെ USB ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് നിങ്ങളുടെ ഫോണിൽ വരികയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോൺ വളരെ സ്ലോ ആയിട്ടായിരിക്കും ചാർജ് കയറുന്നത്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ഫോണിന്റെ ബാറ്ററിക്ക് ഒരു കംപ്ലൈന്റും വരികയില്ല. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങളുടെ ചാർജ് പതുക്കെ ആയിരിക്കും കയറുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോണിന്റെ കമ്പനിക്കാർ തന്നിട്ടുള്ള അതേ ഒരു വാൾ അഡാപ്റ്റർ ചാർജർ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കുറച്ച് ക്വിക്കായിട്ട് നിങ്ങളുടെ ഫോണിൽ ചാർജ് കയറുകയുള്ളൂ. അടുത്ത ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ബാങ്ക് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ നോർമലി ചാർജ് ചെയ്യുന്നതിനേക്കാളും വളരെ ക്വിക്കായിട്ട് നമുക്ക് പവർ ബാങ്കിൽ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു പവർ ബാങ്ക് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക. അത് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കിടിലം ട്രിക്കാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ആവർത്തിക്കുന്ന ഒരു തെറ്റാണ്. നമ്മുടെ ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിന്റെ ബാക്ക് കേസ് നിങ്ങൾ അഴിച്ചു മാറ്റിയതിനു ശേഷം ചാർജ് ചെയ്യുക. കാരണം നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോൺ നല്ല രീതിയിൽ ഹീറ്റ് ആവുന്നതായിരിക്കും. അങ്ങനെ ഹീറ്റ് ആവുന്ന ഹീറ്റ് നമ്മുടെ ഫോണിന്റെ പുറത്ത് പോകാനായിട്ട് ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോഴേക്കും ഈ ഒരു കേസ് അതിന് തടയാവുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഹീറ്റ് പ്രോബ്ലം അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ വളരെ സ്പീഡായിട്ട് ചാർജ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ഹീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ വളരെ സ്ലോ ആയിട്ടായിരിക്കും ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി നിങ്ങളുടെ ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബാക്ക് കേസ് ആ ഒരു കേസ് നിങ്ങൾ മാറ്റിയതിനു ശേഷം മാത്രം ചാർജ് ചെയ്യുക. അടുത്ത ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫോണിൽ ചാർജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ആ ഒരു ചാർജ് ചെയ്യുന്ന കേബിൾ ലോക്കൽ കേബിൾ നിങ്ങൾ ഒരിക്കലും ചാർജ് ചെയ്യാനായിട്ട് പാടില്ല. നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ചെറിയൊരു കേബിൾ നിങ്ങൾ വാങ്ങാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ നിങ്ങൾക്ക് വളരെ ക്വിക്കായിട്ട് ഒരു 40-45 മിനിറ്റിനകത്ത് നിങ്ങൾക്ക് ഫുൾ ചാർജ് കയറാനായിട്ട് ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ലോക്കൽ USB കേബിളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചാർജ് ഇട്ട് കഴിഞ്ഞാൽ വളരെ സ്ലോ ആയിട്ടായിരിക്കും നിങ്ങളുടെ ഫോണിൽ ചാർജ് കയറുന്നത്. അടുത്ത് ഞാൻ പറഞ്ഞുതരാൻ പോകുന്ന കാര്യം ഒരു ട്രിക്ക് എന്ന് പറയാൻ പറ്റില്ല. ഇതിന്റെ ഒരു അനുഭവത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ ബെഡിലോ അല്ലെങ്കിൽ നമ്മുടെ പിലോയിലൊക്കെ വെച്ച് ചാർജ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ സംഭവിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഫോൺ കേസിൽ ഇട്ട് ചാർജ് ചെയ്യുമ്പോൾ പറ്റുന്നത് പോലെ തന്നെ നമ്മുടെ ഫോൺ ഓവർ ഹീറ്റ് ആവുന്നതായിരിക്കും. ഈ ഒരു ഹീറ്റ് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പിലോയിലും അതുപോലെ തന്നെ ഈ ഒരു ബെഡിലും വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണും ഓവർ ഹീറ്റ് ആവുന്നതായിരിക്കും. അങ്ങനെ ഹീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലെ ചാർജ് അത് ഓട്ടോമാറ്റിക്കലി ഡിക്രീസ് ആവുന്നതായിരിക്കും. അതിനുശേഷം വീണ്ടും ഇൻക്രീസ് ആവുന്നതായിരിക്കും. അങ്ങനത്തെ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് വളരെ സ്ലോ ആയിട്ടായിരിക്കും നമ്മുടെ ഫോണിൽ ചാർജ് കയറുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള സർഫേസിൽ നിങ്ങൾ ചാർജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നതായിരിക്കും.